ഹായ്, നിങ്ങളെല്ലാവരും ഇഗ്നോയുടെ ഡിസംബർ ടേമിൻ്റെ എക്സാമിനേഷൻ റിസൾട്ട് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാവരും റിസൾട്ട് മേ ബി ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾക്കിപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടോ, നിങ്ങൾ പാസ്സായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്? അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് എത്രയാണ് പാസ്സാവാൻ വേണ്ട മാർക്ക് എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങളുടെ ഇഗ്നോയിലെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ ടേം ആൻഡ് എക്സാമിനേഷൻ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഈ ഒരു വിൻഡോ ആണ് വരിക. ഈ വിൻഡോയിൽ നിങ്ങൾ ടേം ആൻഡ് എക്സാം എന്നുള്ളത് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യാം. ദെൻ ഡിസംബർ ടേം ആൻഡ് എക്സാം ഏർലി ഡിക്ലറേഷൻ ഇതും സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ എൻറോൾമെൻറ്റ് നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് കിട്ടുന്നതാണ്. ഏകദേശം റിസൾട്ട് ഈ ഒരു രൂപത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് പ്രിൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. അതായത് നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ സേവ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഇതൊരു ഡിഗ്രി കോഴ്സിൻ്റെ ഒരു റിസൾട്ടാണിത്. ഇപ്പോൾ ഇതിൽ ഇനിയും സബ്ജക്റ്റുകൾ വരാനുണ്ട്. ഈ റിസൾട്ട് എന്ന് പറയുന്നത് വീക്കിലി, ട്വൈസ് ഇൻ എ വീക്ക് അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇത് എന്ത് ചെയ്യുക, പബ്ലിഷ് ചെയ്യുന്നത്. മുഴുവനായിട്ടും പബ്ലിഷ് ചെയ്യുന്നില്ല, ഓരോ സബ്ജക്റ്റ് വൈസ്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം, റിസൾട്ട് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, ഇതൊരു ഡിഗ്രി കോഴ്സിൻ്റെ റിസൾട്ടാണിത്. ഇതിൽ 3 സബ്ജക്റ്റുകളാണ് റിസൾട്ട് വന്നിട്ടുള്ളത്. ഇതിലിവിടെ കാണിക്കുന്നുണ്ട് സബ്ജക്റ്റ് കോഴ്സിൻ്റെ കോഡ്. നമ്മളെ ഏതാണോ സബ്ജക്റ്റ് അതിൻ്റെ കോഡ്, എത്രയാണ് കിട്ടിയ മാർക്ക്, മാക്സിമം മാർക്ക് എത്രയായിരുന്നു, മന്ത് ആൻഡ് ഇയർ. ഓക്കെ, ഇത് ഇവിടെ എന്നാണ് അപ്ഡേഷൻ, വെബ്സൈറ്റിൽ എന്നാണ് അപ്ഡേഷൻ വന്നിട്ടുള്ളത്. ഫെബ്രുവരി 3-ാം തീയതിയാണ് ഈ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് പാസ്സാണോ അല്ലയോ നോക്കാം. UG കോഴ്സുകൾക്ക്, അതായത് ഡിഗ്രി കോഴ്സുകൾക്ക് 35 മാർക്ക്, 100-ൽ 35 മാർക്ക് മിനിമം കിട്ടിയാൽ മാത്രമേ പാസ്സാവുകയുള്ളൂ. അത് ഈ ഒരു തിയറി പേപ്പറിൽ വൃട്ടൺ ആയിട്ട് പാസ്സായി എന്നുള്ളതാണ്. ശരിക്കും ഇഗ്നോ പറയുന്നത് 35-ൻ്റെയും 40-ൻ്റെയും ഇടയിൽ എന്നതാണ്. കാരണം ഇഗ്നോയിൽ ഒരു സബ്ജക്റ്റ്, ഒരു കോഴ്സ്, അതായത് ഒരു സബ്ജക്റ്റ് പാസ്സാവുക എന്നുള്ളത് അതിൻ്റെ വൃട്ടൺ മാർക്ക്, വൃട്ടൺ എക്സാമിന് ലഭിച്ചിട്ടുള്ള മാർക്ക് മാത്രം നോക്കിയിട്ടല്ല, പകരം അസൈൻമെൻറ്റിൻ്റെ മാർക്ക് കൂടി ആഡ് ചെയ്തുകൊണ്ടാണ് ആ ഒരു സബ്ജക്റ്റ് പാസ്സായിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാം. അപ്പോൾ ഇതിന് നമ്മൾ വെയിറ്റേജ് എന്ന് പറയും. ഇഗ്നോ പറയുന്നത് 35-ൻ്റെയും 40-ൻ്റെയും ഇടയിൽ UG കോഴ്സുകൾക്ക് മാർക്ക്, വൃട്ടൺ എക്സാമിനേഷനിൽ മാർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ പാസ്സായി എന്നുള്ളതാണ്. എന്നാൽ മറുഭാഗത്ത് അസൈൻമെൻറ്റിന് നിങ്ങൾക്ക് ഏകദേശം 80 to 90 മാർക്ക് 100-ൽ ലഭിക്കുകയും വേണം. എങ്കിലാണ് അതിൻ്റെ ഒരു വെയിറ്റേജ് നമുക്ക് ഇഗ്നോയുടെ വെയിറ്റേജുമായിട്ട് എന്ത് ചെയ്യുള്ളൂ, ഇഗ്നോയുടെ വെയിറ്റേജ് ലഭിക്കുകയുള്ളൂ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഗ്നോയുടെ വെയിറ്റേജ് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് 35% മാർക്ക് വേണം. അതായത് വൃട്ടൺ എക്സാമിൻ്റെ 70%-ഉം അസൈൻമെൻറ്റിൻ്റെ 30%-ഉം കൂടെ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മിനിമം 35 മാർക്ക് ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കോഴ്സ് കംപ്ലീറ്റഡ് ആണ്, പാസ്സാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിതിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മൾ അടുത്ത വീഡിയോയിൽ ക്ലിയർ ആക്കി തരാം, എങ്ങനെയാണ് വെയിറ്റേജ് നോക്കുക എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ ഇതിൽ നമുക്ക് വിസിബിൾ ആയിട്ടുള്ളത്, ഇപ്പോൾ BGC 106 എന്ന ഈ ഒരു സബ്ജക്റ്റിന് 100-ൽ 49 മാർക്സ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സബ്ജക്റ്റ് പാസ്സാണ്, അതായത് കംപ്ലീറ്റഡ് ആണ്. ഇത് വെയിറ്റേജ് നോക്കാതെയുള്ള മാർക്കാണ്. നോർമലി ഇത് 100-ൽ നോക്കുമ്പോൾ ഇത് പാസ്സാണ്, 42 ഇത് 72, ഇങ്ങനെ ഇത് പാസ്സായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. ഇനി വെയിറ്റേജ് കൂടി നോക്കുന്ന സമയത്താണ് ഗ്രേഡ് കാർഡിലോട്ട് വരുന്നത്. അപ്പോൾ ഗ്രേഡ് കാർഡിൽ നിങ്ങൾ കംപ്ലീറ്റഡ് ആണോ എന്നുള്ളതാണ് ഫൈനൽ, നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റ് പാസ്സായിട്ടുണ്ട്, ഇനി വീണ്ടും എക്സാം എഴുതേണ്ടതില്ല, പാസ്സാണ് എന്നുള്ളത് കൺഫേം ചെയ്യേണ്ടത് എപ്പോഴാണ്, ഗ്രേഡ് കാർഡിൽ അസൈൻമെൻറ്റിൻ്റെയും റിട്ടൺ എക്സാമിനേഷൻ്റെയും മാർക്ക് ഒരുമിച്ച് വന്ന് അത് വെയിറ്റേജ് നോക്കി അത് കംപ്ലീറ്റഡ് ആണ് എന്നുള്ളത് റൈറ്റ് സൈഡിൽ കംപ്ലീറ്റഡ് എന്ന് വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്തുള്ളൂ, ഈ ഒരു സബ്ജക്റ്റിന് പാസ്സായി എന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ഒരു വൃട്ടൺ എക്സാമിൻ്റെ റിസൾട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നോർമലി നമ്മൾ നോക്കുന്ന സമയത്ത് ഇതെല്ലാം പാസ്സാണ്. ഇനി അസൈൻമെൻറ്റിൻ്റെ മാർക്ക് കൂടി
വരണം. വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് വെയിറ്റേജ് നോക്കണം. വെയിറ്റേജ് നോക്കിയിട്ട് ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി ഇഗ്നോൻ്റെ വെബ്സൈറ്റ് തന്നെ ചെയ്യും. അങ്ങനെ നമ്മൾ റിസൾട്ട് നോക്കുന്ന സമയത്ത് കംപ്ലീറ്റഡ് ആണ് കാണിക്കുന്നതെങ്കിൽ നമ്മൾ പാസ്സാണ്. അപ്പോൾ എത്രയാണ് നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ റിസൾട്ടിനെ കുറിച്ച് പറയാനുള്ളത്.